ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പുണർദം നാൾ നാരായണവർമ്മ രാജപ്രതിനിധിയാവും. യുവതി പ്രവേശന സമയത്ത് പന്തളത്ത് നടന്ന നാമജപ ഘോഷയാത്രയ്ക്കും ആചാര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത് പുണർദം നാൾ നാരായണവർമ്മയായിരുന്നു. തിരുവാഭരണ വാഹക സംഘത്തിന്റെ ഗുരുസ്വാമിയായി മരുതമനയിൽ ശിവൻകുട്ടിയെ ചുമതലപ്പെടുത്തി. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, ശബരിമലയിൽ കൂടുതൽ ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ നടക്കാൻ പോകുകയാണ്. മണ്ഡലപൂജ ശനിയാഴ്ച നടക്കാൻ പോകുന്നു. വിവരങ്ങൾ. നിലിമ, ഈ മകരവിളക്ക് ദിവസം അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായിട്ട് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നാണ് പുറപ്പെടുന്നത്. അതായത് പന്തളം രാജകൊട്ടാരത്തിൽ നിന്നും രാജപ്രതിനിധിക്കൊപ്പമാണ് തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് പുറപ്പെടുന്നത്. ജനുവരി 12-നാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുന്നുണ്ടാവുക. ഇത്തവണത്തെ ഘോഷയാത്രയ്ക്ക് രാജപ്രതിനിധിയായിട്ട് പുണർദം തിരുനാൾ നാരായണവർമ്മയെയാണ് കൊട്ടാരം തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിൽ പന്തളം കൊട്ടാരം വലിയ തമ്പുരാൻ തിരുവോണം നാൾ രാമവർമ്മ രാജയാണ് ഇത്തരത്തിൽ നാരായണവർമ്മയെ രാജപ്രതിനിധിയായിട്ട് ഇക്കുറി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ പന്തളത്ത് നടന്നിട്ടുള്ള നാമജപ ഘോഷയാത്രയ്ക്കും അതോടൊപ്പം തന്നെ അതിനുശേഷം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിട്ടുള്ള ആചാര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകി അതിനൊക്കെ മുൻനിരയിൽ നിന്നിരുന്ന വ്യക്തി കൂടിയിട്ടാണ് പന്തളത്തെ നാരായണവർമ്മ തമ്പുരാൻ. എന്തായാലും അദ്ദേഹത്തിനെ തന്നെയാണ് ഇത്തവണ രാജപ്രതിനിധിയായിട്ട് തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം അയക്കുന്നതിനായിട്ട് പന്തളം കൊട്ടാരം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹം നിലവിലിപ്പോൾ ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ അധ്യക്ഷനും അതോടൊപ്പം തന്നെ ആലുവ തന്ത്രവിദ്യാപീഠം രക്ഷാധികാരിയുമാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള ഹൈന്ദവ സംഘടനകളുടെ ചുമതലകൾ വഹിച്ചു വരികയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ആധ്യാത്മിക പ്രവർത്തനങ്ങളിലും ഈ രീതിയിലുള്ള ക്ഷേത്ര സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ നേതൃത്വം നൽകിയിരുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് നാരായണവർമ്മ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ നിലവിൽ ഈ തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള തിരുവാഭരണ പേടക സംഘത്തെ നയിക്കുന്ന ഗുരുസ്വാമിക്ക് ഈ കുറി മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ ഈ വർഷം വരെയും കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയായിരുന്നു, അദ്ദേഹമായിരുന്നു ഈ തിരുവാഭരണ പേടകം വഹിച്ചിരുന്ന സംഘത്തിൻ്റെ ഗുരുസ്വാമി എന്ന് പറയുന്നത്. അതിന് ഇക്കുറി അത് മാറ്റം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കുളത്തിനാൽ ഗംഗാധര പിള്ളയ്ക്ക് അനാരോഗ്യം മൂലം ഇക്കുറി തിരുവാഭരണ വാഹക സംഘത്തെ നയിക്കുന്നുണ്ടാവുക മരുതവനയിൽ ശിവൻകുട്ടി എന്ന് പറയുന്ന ഗുരുസ്വാമിയാണ്. പന്തളം കൊട്ടാരം നിർവാഹക സംഘമാണ് ഇദ്ദേഹത്തെ ഇക്കുറി ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷമായിട്ട് അദ്ദേഹം ഈ തിരുവാഭരണ സംഘത്തിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ് മരുതവനയിൽ ശിവൻകുട്ടി എന്ന് പറയുന്നത്. എന്തായാലും ഇത്തവണ അയ്യപ്പൻ്റെ പേടകത്തെ അല്ലെങ്കിൽ തിരുവാഭരണ പേടകത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നിയോഗം ലഭിച്ചിരിക്കുന്നത് മരുതവനയിൽ ശിവൻകുട്ടിക്കാണ്. അങ്ങനെ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഈ ശബരിമലയിലെ മകരവിളക്ക് ചടങ്ങുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇക്കുറി തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ആചാരപ്രകാരമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ വർഷങ്ങളായിട്ട് നടന്നു വന്നിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കുള്ള രാജപ്രതിനിധിയെയും ഒപ്പം ഈ തിരുവാഭരണ പേടക സംഘത്തെ നയിക്കുന്ന ഗുരുസ്വാമിയെയും കൊട്ടാരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനമുണ്ടായിരിക്കുകയാണ്. ദിലീപ. ശരി ഗോകുൽ, ശബരിമലയിലേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പുണർദം നാൾ നാരായണവർമ്മ രാജപ്രതിനിധിയാവും. ഗോകുൽ രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.